അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ രൂപം മാത്രമല്ല പേരും മാറിയിരിക്കുകയാണ്. ഇനി അയോധ്യയിൽ എത്തുന്നവർ ഇറങ്ങേണ്ടത് അയോധ്യ ധാം സ്റ്റേഷനിലാണ്. ബിജെപി എംപി ലല്ലു സിംഗ് ആണ് അയോധ്യ സ്റ്റേഷന്റെ പേര് മാറ്റുന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വിവരം നൽകിയത്. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ശുപാർശ പരിഗണിച്ചാണ് പേരുമാറ്റം. 2 വർഷം കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. യാത്രക്കാർക്കായി അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യാധാം സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. വിമാനത്താവള മാതൃകയിലാണ് സ്റ്റേഷൻ. രാജ്യത്ത് മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ സാധാരണമല്ലാത്ത അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യാധാം സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. ശിശുപരിചരണ കേന്ദ്രമാണ് സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. കൊച്ചുകുട്ടികളുടെ ആരോഗ്യ പരിചരണത്തിന് മുഴുവൻ സമയ ഡോക്ടർമാരുടെ സേവനമടക്കം ഇവിടെ ഉറപ്പാക്കും. യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ വീഴ്ച മൂലമുള്ള പരിക്കുകളോ ഉണ്ടായാൽ വൈദ്യസഹായം തേടാനുള്ള സിക്ക് റൂമാണ് മറ്റൊരു സജ്ജീകരണം. അത്യാധുനിക ക്ലോക്ക് റൂം, കാത്തിരിപ്പ് കേന്ദ്രം, എക്സ്കലേറ്ററുകൾ, ലിഫ്റ്റുകൾ എന്നിവയും വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അയോധ്യയിലേക്ക് എത്തുന്നവർക്ക് ട്രെയിൻ ഇറങ്ങിയാൽ താമസ സൗകര്യത്തിന് പുറത്തു പോകേണ്ടി വരില്ല. 1-ാം നിലയിൽ വിവിധതരം ഡോർമെട്രികൾ ഒരുക്കിയിരിക്കുന്നു. രാമക്ഷേത്ര മാതൃകയിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം. ക്ഷേത്രത്തിനായി ശിലകളെത്തിച്ച രാജസ്ഥാനിലെ ഭരത്പൂരിലുള്ള ബാൻസി പഹർപൂരിൽ നിന്നുള്ള ശിലകളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിൽ നിന്നും അയോധ്യാധാമിലേക്ക് നേരിട്ട് സർവീസ് ഉണ്ടാകും. പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് എത്തുന്നവർക്കായി 1000 സർവീസുകളാണ് നടത്തുക. ഗ്രാൻഡ് റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഡിസംബർ 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ഇവിടെ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം വിമാനത്താവളത്തിനോട് ചേർന്നുള്ള മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. വിമാനത്താവളത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് റോഡ് ഷോയായിട്ടായിരിക്കും യാത്ര. ഡിസംബർ 30-ന് പ്രധാനമന്ത്രി മോദിയെ വരവേൽക്കാൻ പ്രത്യേക ക്രമീകരണങ്ങളാണ് അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.